അതുവരെയും തടസ്സങ്ങൾ വരുമ്പോൾ പേടിയാണ്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മനസ്സിലായി ഈ തടസ്സങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന ഡീമെറിറ്റ്സാണ് നമ്മുടെ മെറിറ്റ് എന്ന്. ഡീമെറിറ്റ്സിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് മാതാവ്. അങ്ങനെ എൻ്റെ ഫോട്ടോ അവർ പറയുന്ന സൈസിലോ ഒന്നും കൊടുക്കാനോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. പക്ഷേ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ ചുമ്മാ തടസ്സങ്ങളാണ്. പിന്നെയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ തടസ്സങ്ങളിലൂടെയാണല്ലോ നീ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കി 1.5 മാസത്തിനുള്ളിൽ തന്നെ മൂക്കടിച്ചില്ല, എനിക്ക് ന്യൂസിലാൻഡിന് പോകാനായിട്ട് വിസ ഒക്കെ ആയി. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് വയലറ്റ്, തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. പുതിയ തുറ ഇടവകയാണ്. 5 കൊല്ലമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ 3.5 കൊല്ലം ഒരുമിച്ചുണ്ടായിരുന്നു ഹസ്ബൻഡ്. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തന്ന ഗോൾഡും ക്യാഷും ഒക്കെ എല്ലാം പുള്ളിയുടെ കയ്യിലാണ്. പിന്നെ 2.5 കൊല്ലം കൊണ്ട് ഞങ്ങൾ തനിച്ചാണ്, ആളുടെ ഒരു അഡ്രസ്സും ഇല്ല. പിന്നെ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ആ ഒരു ഇത്, കാരണം 0 ബാലൻസാണ്, കയ്യിലൊന്നുമില്ല, ഫീഡ് ചെയ്യുന്ന മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആത്മഹത്യ മാത്രമായിരുന്നു മുമ്പിൽ. ഫ്രണ്ട്സിനോ ആരോടും ഒരു കോണ്ടാക്റ്റും ഇല്ല, വീട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന സമയങ്ങളായിരുന്നു. പിന്നെ വീട്ടുകാർ തന്നെയാണ് എന്താ മെൻ്റലി പ്രിപ്പയർഡ് ആക്കുന്നത്. അങ്ങനെ പിന്നെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ മെൻ്റലി പോകേണ്ട ആ ഒരു മാനസികാവസ്ഥയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഫ്രണ്ട്സാണ് പറയുന്നത്, ഇങ്ങനെ ആലപ്പുഴ കൃപാസനമുണ്ട്, അവിടെ ചെല്ല്, തടസ്സങ്ങളൊക്കെ മാറും, പുറത്തോട്ട് പോകണം. അങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നറിയില്ല, കാരണം കയ്യിലൊന്നുമില്ല, മുന്നോട്ട് എങ്ങനെ ജീവിക്കണം, ഉടുതുണി പോലും ഇല്ലാണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. പിന്നെ ഞാൻ എനിക്കറിയാവുന്നിടത്തൊക്കെ പോയി ജോലി അന്വേഷിച്ചു. പക്ഷേ അപ്പോഴുണ്ടാവുന്ന വേക്കൻസി ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ എല്ലാം ക്ലോസ്ഡാണ്. പിന്നെ എനിക്കറിയില്ല ഇനി എങ്ങനെ, ഒരിടത്ത് പോകില്ല, പ്രാർത്ഥന പോലും വേണ്ടാന്ന് വെച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്താൽ കൃപാസനത്തിലോട്ട് വിടുന്നത് തന്നെ. ഇപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ വിളിക്കുന്ന മാതാവ് തന്നെയല്ലേ ഇവിടെയും, ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് എന്താ. എന്നാലും പിന്നെ നിർബന്ധിച്ച് എല്ലാവരും വിട്ടതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നു, ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോഴും തോന്നി എന്നെക്കൊണ്ടിത് സാധിക്കുമോ, കാരണം ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ പകുതിക്ക് വെച്ച് പോകണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ആ ഒരിതിലാണ്. എന്നാലും തുടങ്ങിയതല്ലേ അതെന്നോർത്ത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഭയങ്കര തലവേദനയുള്ള ഞാനാണ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് തലവേദന തന്നെ. ഈ സ്പെക്സ് ഉപയോഗിക്കാണ്ടും തലവേദന 1 മിനിറ്റ് പോലും ദൂരെ വെച്ച് എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ പോയപ്പോൾ തന്നെ ഉണ്ടായിരുന്ന അനുഗ്രഹമായിരുന്നത്. പക്ഷേ ഇതൊന്നും ഞാൻ ഉടമ്പടിയിൽ വച്ചില്ല. ഉടമ്പടിയിൽ വെച്ചത് തന്നെ ഹസ്ബൻഡുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒന്നിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങളായിരുന്നു വച്ചത്. പക്ഷേ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി 24-നാണ്. അപ്പോൾ ആദ്യത്തെ ഉടമ്പടിയിൽ കാര്യങ്ങളൊന്നും സാധിച്ചിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ആത്മീയമായി ഒത്തിരി വളരാൻ സാധിച്ചത് ആദ്യത്തെ ഉടമ്പടി കാലഘട്ടത്തിൽ. കാരണം അപ്പോൾ മനസ്സിലായി ഇത്രയും നാളും പ്രാർത്ഥിച്ചിരുന്നതൊന്നും അല്ല പ്രാർത്ഥന. ഒത്തിരി ബൈബിൾ വായിച്ചു തുടങ്ങി. ജപമാല അതെനിക്ക് ചൊല്ലാൻ മടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജപമാല ഇല്ലാണ്ട് ഒരു ദിവസം പോലും കടന്നു പോകില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ആത്മീയമായിട്ടാണെങ്കിൽ കാരുണ്യ പ്രവർത്തികൾ, മുന്നിൽ എന്നെ ദ്രോഹിച്ചവരോട്, കാരണമില്ലാതെ വേദനിപ്പിച്ച എല്ലാവരോടും ഒക്കെ മനസ്സിലൊരു തരം ദേഷ്യവും ഇതൊക്കെയാണ്. അപ്പം ഇന്നിപ്പോൾ അതെല്ലാം മാറി. ഞാൻ ഓർത്തു ഇതൊക്കെ എന്തെങ്കിലും മാറുമോ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതൊക്കെ മാറുന്ന കാര്യങ്ങളാണോ. പക്ഷെ മനസ്സിലായി പ്രാർത്ഥിച്ചാലും നടക്കാത്തതായൊന്നുമില്ല. അങ്ങനെ പിന്നെ 2ാമത്തെ ഉടമ്പടി, അപ്പോഴും വിദേശ പോക്ക് ഇങ്ങനെ പെൻഡിങ്ങിൽ, കാരണം നാട്ടിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങനെ തൽക്കാലം മോളുടെ ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നിടയ്ക്ക് ഇറ്റലിക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ 80,000 രൂപ അവിടെ കൊടുത്തു. അത് ഒത്തിരി ലാഗ് ചെയ്യുന്നതല്ലാണ്ട് ഒന്നും ഇതില്ല. അങ്ങനെ പിന്നെ അവസാനം ഏജൻസിക്ക് വിളിച്ച് റീഫണ്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ഒന്നും ചെയ്യില്ല. പിന്നെ അപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാണ്ട് ചൊല്ലുമായിരുന്നു. മാതാവിനെ വിളിച്ച്, മാതാവേ 0 മെറിറ്റിൽ നിന്നാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്, അപ്പോൾ നിനക്കേ പറ്റൂ. ആ 80,000 രൂപ ഉണ്ടായിരുന്ന ഗോൾഡ് ബാങ്കിൽ വെച്ചാൽ ഞാനത് കൊടുത്തത് തന്നെയും. അങ്ങനെ നോക്കിയപ്പോൾ അവർ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാ, ഫുൾ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, ഒരു പൈസ പോലും എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാതാവിന് തന്നെ നന്ദി പറഞ്ഞു. കാരണം അവർ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം പെട്ടെന്ന് ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് ഇറ്റലിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഫുൾ എമൗണ്ട് നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് എന്ന്. പിന്നെ അത് കഴിഞ്ഞ് എനിക്കും അറിയില്ല ഇനി എന്ത് ചെയ്യണം. നാട്ടിലും ചെയ്യാനായിട്ട് ഒരു ജോലിയില്ല. അപ്പോൾ വിദേശ പോക്കാണെങ്കിൽ ആരെ കോണ്ടാക്ട് ചെയ്യണം, എവിടെ കൊടുക്കണമെന്ന് അറിയാണ്ടിരുന്ന സാഹചര്യത്തിലാണ്
എൻ്റെ ബ്രദറിൻലോ വിളിച്ചിട്ട് ഇങ്ങനെ ന്യൂസിലാൻഡിന് ഒരു വേക്കൻസി ഉണ്ട്, അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് മോൾക്കും ട്രൈ ചെയ്തു. അപ്പോഴും തടസ്സങ്ങൾ ഒത്തിരിയാണ്. അപ്പോൾ മനസ്സിലായത് അതുവരെയും തടസ്സങ്ങൾ വരുമ്പോൾ പേടിയാണ്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മനസ്സിലായി ഈ തടസ്സങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന ഡീമെറിറ്റ്സാണ് നമ്മുടെ മെറിറ്റെന്ന്. ഡീമെറിറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് മാതാവ്. അങ്ങനെ എൻ്റെ ഫോട്ടോ അവർ പറയുന്ന സൈസിലോ ഒന്നും കൊടുക്കാനോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്, പക്ഷേ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ ചുമ്മാ തടസ്സങ്ങളാണ്. പിന്നെയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ തടസ്സങ്ങളിലൂടെയാണല്ലോ നീ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കി 1.5 മാസത്തിനുള്ളിൽ തന്നെ മൂക്കടിച്ചില്ല, എനിക്ക് ന്യൂസിലാൻഡിന് പോകാനായിട്ട് വിസ ഒക്കെ ആയി. ഈ മാസം 25-ാം തീയതി ന്യൂസിലാൻഡിന് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ 2.5 കൊല്ലമായിട്ട് ട്രൈ ചെയ്ത കാര്യമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം സാധിച്ചത്. പിന്നെ അത് കുഞ്ഞുനാളിൽ മുതൽ എൻ്റെ വലത് ചെവിക്ക് പഴുത്ത് പൊട്ടുമായിരുന്നു. അത് മിക്കവാറും ദിവസങ്ങളിലുണ്ടാവും, അല്ലാത്ത സമയമില്ല. അപ്പോൾ പ്രാർത്ഥിക്കും, തൽക്കാലം എന്തെങ്കിലും അത്ഭുതമാതാവിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ ആ നേർച്ച എണ്ണയൊക്കെ ഉപയോഗിച്ച് മാറും. പിന്നെയും അതുണ്ടാവും. അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് ആദ്യ ഉടമ്പടിയിൽ അത് വച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ 2ാമത്തെ ഉടമ്പടിയിൽ അത് വച്ചില്ല. പക്ഷെ അത് തന്നെ മാറി. ഞാൻ മറന്നുപോയ സമയത്ത് അത് തനിയെ മാതാവ് തന്നെയാണ് മാറ്റിയത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. അപ്പോൾ വീട്ടുകാർക്കും എനിക്കെതിരെ അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പേടിയോടുകൂടി തന്നെയാണ് അവിടെ പോയതും. പക്ഷേ പരാതി കൊടുത്തതിൻ്റെ പേരിൽ SI വിളിക്കുകയോ ഒന്നും ഉണ്ടായില്ല. CI ഇങ്ങോട്ട് തന്നെ അഡ്വൈസ് ചെയ്തത് മുന്നോട്ട്. അതായത് പിന്നെ എൻ്റെ കാര്യങ്ങൾ കേട്ട് അവരോട് റൈസായിട്ടാണ് അത് പോയി. അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പേടിയോടെ പോകുമ്പോഴും ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കൃപാസനത്തിലെ ഉപ്പും ഞാൻ സ്റ്റേഷൻ്റെ ഒരു സൈഡിൽ വെച്ചു. അപ്പോൾ ഞാൻ ഒത്തിരി സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വിളിക്കുക പോലും ഉണ്ടായില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒന്നും ചോദിക്കാണ്ട് എനിക്ക് വേണ്ടി ആ CI അവരോട് ഇതാക്കുകയും മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്ട്രോങ് ആയി അങ്ങനെ കുറേ ഉപദേശവും തന്ന സ്റ്റേഷനിൽ പറഞ്ഞയച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ആത്മീയമായിട്ട് വളരാൻ പറ്റിയെന്ന് വെച്ചാൽ വീട്ടിൽ അങ്ങനെ ഇടയ്ക്ക് മടി തോന്നുന്ന സമയത്ത് ഞങ്ങൾ ആരും കുടുംബ പ്രാർത്ഥന ചൊല്ലാറില്ല. അപ്പോൾ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ വേറെ അത് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞേ മറ്റെന്തും ഞങ്ങൾ ചെയ്യാറുള്ളൂ. പിന്നെ ഒത്തിരി പേർക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു കൊടുത്ത് അറിയാൻ പാടില്ലാത്തവർക്കും. പിന്നെ RCCയിൽ ഹോം നഴ്സായി വർക്ക് ചെയ്യുന്ന സമയത്ത് RCCയിൽ 3 ദിവസം വർക്ക് ചെയ്യേണ്ടതായി വന്നു. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അവിടെ ഞാൻ ആദ്യമായിട്ട് കാണുക അവിടുത്തെ കുട്ടികളുടെ ആ പെയിനും. പിന്നെ എൻ്റെ മോളെ കോണ്ടാക്ട് ചെയ്യാനോ ഫോണിൽ റേഞ്ചോ ഒന്നുമില്ല. അപ്പോൾ കളഞ്ഞിട്ട് പോകണമെന്ന തോന്നലായിരുന്നു. പക്ഷെ അപ്പോഴും ഉടമ്പടി തന്ന ഒരു ധൈര്യമായിരുന്നു. 3 ദിവസം അവിടെ നിന്നു, ആ കുഞ്ഞിനെ നോക്കി. ആ 3 ബ്ലോക്കായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അവിടെ പോയി കൃപാസനത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇവിടുത്തെ പത്രം കൊടുത്ത് ക്രൈസ്തവർക്കും ഒക്കെ ഈ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയും ഇങ്ങനെ ഒരു മാതാവുണ്ട്, അത്ഭുതം നടക്കും എന്നൊക്കെ പറഞ്ഞ് അവരെയും ഇതാക്കുകയും ഇത്രയും ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.